അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഇനി പറയാൻ പോകുന്നത് മഅ്മൂമിന്റെ സംശയത്തെ കുറിച്ചാണ്. സംശയം എല്ലാവർക്കും ഉണ്ടാവാലോ. മഅ്മൂമിനൊരു സംശയം. മഅ്മൂമിന്റെ സംശയം എങ്ങനെയാണ്? മഅ്മൂമിന്റെ സംശയം, ഇമാമ് റുക്കൂഇലേക്ക് പോയി, മഅ്മൂം റുക്കൂഇലേക്ക് പോയിട്ടില്ല. ഇമാമ് തക്ബീർ ചൊല്ലി റുക്കൂഇലേക്ക് പോകുന്ന സമയത്ത് മഅ്മൂം റുക്കൂഇലേക്ക് പോയിട്ടില്ല, നൃത്തത്തിലാണ്. ആ സമയത്ത് അയാൾക്കൊരു സംശയം, ഞാന് ഫാത്തിഹ നിർവഹിച്ചോ ഇല്ലേ എന്ന്. എങ്കിൽ മഅ്മൂം അവിടെ വെച്ച് ഫാത്തിഹ ഓതുക, ശേഷം ഇമാമിന്റെ പിറകെ പോവുകയാണ് വേണ്ടത്. അതായത് മഅ്മൂമിന്റെ റുക്കൂഇന്റെ മുമ്പും ഇമാമിന്റെ റുക്കൂ സംഭവിക്കുകയും ചെയ്തു. ഇമാമ് റുക്കൂഇലാണ്, മഅ്മൂം നൃത്തത്തിലാണ്. ഈ അവസരത്തിലാണ് മഅ്മൂമിന് സംശയം, എന്ത്, ഞാന് ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന്. എന്നാൽ മഅ്മൂം നിർബന്ധമായിട്ടും ഫാത്തിഹ നിർവഹിക്കുക, ശേഷം ഇമാമിനോടൊപ്പം തുടരുക. കാരണം ഫർള് എടുക്കാൻ വേണ്ടിയിട്ട് ഇമാമിനോട് തൊവീലായ ഫർള് കൊണ്ട് പിന്തുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാല് രണ്ടുപേരും റുക്കൂയിലെത്തി, ഇമാമും റുക്കൂയിൽ പോയി, മഅ്മൂമും റുക്കൂയിൽ പോയി. റുക്കൂയിൽ എത്തിയതിനു ശേഷം മഅ്മൂമിന് സംശയം, ഞാന് ഫാത്തിഹ ഓതിയോ ഇല്ലേ എന്ന്. എന്നാൽ പിന്നെ മഅ്മൂമിന് തിരിച്ച് നൃത്തത്തിലേക്ക് പോകാൻ വകുപ്പില്ല. മറിച്ച് ഇമാമിനോടൊപ്പം നിസ്കാരം പൂർത്തീകരിക്കുകയും, ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ ഫാത്തിഹ നഷ്ടപ്പെട്ടു പോയാല് എന്താണോ വിധി, അഥവാ മറ്റൊരു റക്അത്ത് കൊണ്ടുവരണം, ഇതേ പ്രകാരം തന്നെ ഇമാമിന്റെ സലാം വീട്ടിയതിനു ശേഷം പുതിയ ഒരു റക്അത്ത് മഅ്മൂം കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാതെ രണ്ടുപേരും റുക്കൂയിലെത്തിയതിനു ശേഷം പിന്നെ മഅ്മൂമിന് നൃത്തത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല, അത് പറ്റുകയും ഇല്ല. ഇനിയിപ്പോ സംശയം ഇമാമിന്, നേരത്തെ ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഉണ്ടായ സംശയം പോലെ ഇമാമിനൊരു സംശയം, കഴിഞ്ഞ റക്അത്തിലുള്ള ഏതെങ്കിലും ഒരു ഫർള് നഷ്ടപ്പെട്ടു പോയോ ഇല്ലേ എന്ന്. അങ്ങനെ ഇമാമ് അതിലേക്ക് തിരിച്ചുപോയി, പക്ഷെ മഅ്മൂം ആ ഫർള് ചെയ്തിട്ടുണ്ട്, അത് മഅ്മൂമിന് ഉറപ്പാണ്. എങ്കിൽ എവിടെ വെച്ചാണോ ഇമാമ് സംശയിച്ച ഫർളിലേക്ക് തിരിച്ചു പോയത്, ആ സ്ഥലത്ത് തന്നെ മഅ്മൂം വെയിറ്റ് ചെയ്യുക. പക്ഷെ അങ്ങനെ മഅ്മൂം വെയിറ്റ് ചെയ്യണമെങ്കിൽ ആ ഫർള് ഖസീറായ ഫർളാവാൻ പറ്റില്ല, ചുരുങ്ങിയ ഫർളാവരുത്, ദീർഘമുള്ള ഫർളാവണം. അപ്പൊ ഉദാഹരണത്തിന് ഇമാമ് ഇഅ്തിദാലിൽ നിൽക്കെ നേരെ ഫാത്തിഹ മറന്നു എന്ന് സംശയിച്ചു നൃത്തത്തിലേക്ക് ഫാത്തിഹ ഓതാൻ വേണ്ടി പോയി. എന്നാൽ മഅ്മൂം ഇമാമിനെ കാത്തു നിൽക്കേണ്ടത് ഇഅ്തിദാലിലല്ല. കാരണം ഇഅ്തിദാൽ ഖസീറായ റുക്നാണ്, ചെറിയ റുക്നാണ്. അപ്പൊ മഅ്മൂം നേരെ സുജൂദിൽ പോവുക. എന്നിട്ട് സുജൂദ് അത് ത്വവീലായ റുക്നാണ്, ദീർഘിപ്പിക്കാൻ പറ്റുന്ന റുക്നാണ്, അവിടെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലാണ് ഇമാം നേരെ എഴുന്നേറ്റ് പോയത് എങ്കിലോ അവിടെ മഅ്മൂം അടുത്ത സുജൂദിലേക്ക് പോവുക, എന്നിട്ട് സുജൂദിൽ വെയിറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ വെച്ചാണോ ഇമാം മടങ്ങുന്നത്, ആ മടങ്ങുന്ന സ്ഥലത്താണ് മഅ്മൂം കാത്തു നിൽക്കേണ്ടത്. പക്ഷെ അങ്ങനെ കാത്തു നിൽക്കണമെങ്കിൽ അത് ത്വവീലായ റുക്നായിരിക്കണം. ഇനി ആ വെയിറ്റ് ചെയ്യുന്ന സ്ഥലം ഖസീറായ റുക്നാണ്, ചെറിയ റുക്നാണ് എങ്കിൽ അടുത്ത ത്വവീലായ റുക്നിൽ അഥവാ ദീർഘിച്ച ഫർളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഅ്മൂം പോവുക, എന്നിട്ട് അവിടെ ഇമാമിനെ പ്രതീക്ഷിച്ച് നിൽക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് നിസ്കാരം അതിന്റെ യഥാവിധി കൃത്യമായി സമയബന്ധിതമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.